ഈ ഒരു പാട്ട് കേൾക്കുമ്പം കേരളത്തെ പറ്റി ഓർത്ത് നൊസ്റ്റു അടിക്കാത്ത ആൾക്കാർ വളരെ കുറവാണ്. കാര്യം കേരളത്തിൻ്റെ ഭൂപ്രകൃതി തന്നെയാണ് അതിന് കാരണം. തെങ്ങുകൾ നിറഞ്ഞ സ്ഥലങ്ങളും കായലും കടലും. ഇന്ന് നമ്മൾ പോകുന്നത് അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ്. അധികം പോപ്പുലർ അല്ല, കുറേ ഫോട്ടോസിലൊക്കെ കണ്ട് കേട്ടറിഞ്ഞ് ഞാൻ വന്നതാണ്. തൃശ്ശൂരിൽ നിന്ന് ഏകദേശം 23 കിലോമീറ്ററും തളിക്കുളത്തുനിന്ന് ഏകദേശം 4 കിലോമീറ്ററും ദൂരമുള്ള തമ്പാങ്കടവ് ബീച്ചിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. സ്നേഹതീരം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ട് കാണും. സ്നേഹതീരം ബീച്ചിന് തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. അറപ്പ ബീച്ചെന്നും ഈ ബീച്ചിന് ഒരു പേരുണ്ട്. കായലിലും മറ്റും വെള്ളം കൂടുമ്പം അത് കടലിലേക്ക് ഒഴുക്കി വിടാൻ വേണ്ടിയുള്ള ഒരു അറപ്പുണ്ട് ഇവിടെ. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിന് പൊഴി എന്നും അറിയപ്പെടും. ഇപ്പോൾ പൊതുവെ വെള്ളം കുറവായതുകൊണ്ട് ആ പൊഴി അടച്ചു വെച്ചേക്കുവാണ്. അപ്പോൾ ഈ തെങ്ങിൻ തോപ്പിനോട് ചേർന്നുള്ള ഈ ഒരു കടലിൻ്റെ വ്യൂ ഭയങ്കര ബ്യൂട്ടിയാണ്. ഞാനിപ്പോൾ ഇതൊരു സൺറൈസിൻ്റെ സമയത്താണ്. ആ സമയത്ത് അവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഒരു മോർണിംഗ് ആംബിയൻസ് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരും സ്നേഹതീരത്തിന് തൊട്ടടുത്താണ്, ഏകദേശം 1 കിലോമീറ്റർ അടുത്താണ് ഈ ഒരു സ്ഥലമുള്ളത്. സ്നേഹതീരം റോഡെന്നാണ് ഈ പോകുന്ന റോഡിന് പറയുന്നത്. ആ റോഡിൽ കൂടെയുള്ള യാത്ര തന്നെ വളരെ മനോഹരമാണ്. പിന്നെ രാവിലെ നേരത്തെ വരുവാണെങ്കിൽ പ്രകൃതിയുടെ ഈ മാജിക്കൽ ടച്ചൊക്കെ നല്ലപോലെ ഒന്ന് ആസ്വദിച്ചിട്ട് റിലാക്സ് ആയിട്ട് നിങ്ങൾക്ക് പോകാം. ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഇവിടെ വന്നിത് ഷൂട്ട് ചെയ്തപ്പം നിങ്ങളൊന്ന് കാണിക്കണം തോന്നി. അത്രേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.